എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിപ്പോൾ ബുധനാഴ്ച രാവിലത്തെ കാര്യങ്ങളാണ്. അപ്പോൾ രാവിലെ യൂട്യൂബ് വർക്ക് കുറച്ചധികം ഉണ്ടായിരുന്നു. ഇപ്പോഴായിട്ട് യൂട്യൂബ് വർക്ക് എഡിറ്റിങ്ങും വോയിസ് ഓവറും എല്ലാം രാവിലെയാണ് കൊടുക്കുന്നത്. തലേദിവസം നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റില്ല, ജോലികളും തിരക്കുകളൊക്കെ ഇട്ട് അങ്ങനെ അങ്ങോട്ട് ചെയ്യാൻ പറ്റാതെ രാവിലെ ചെയ്യണോണ്ട് തന്നെ ഇപ്പം നേരം വെളുത്ത് ഒരുപാട് ലേറ്റായിട്ടാണ്, ഏകദേശം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിന് വരുന്നത്. അതുവരെയും യൂട്യൂബ് വർക്ക് തന്നെ ആയിരുന്നു. രാവിലെ പതിവ് പോലെ തന്നെ 5 മണിക്ക് എഴുന്നേറ്റിട്ടുണ്ടെങ്കിലും നമ്മൾ കിച്ചണിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഇത്രയും നേരവും. അപ്പോൾ ഒരു പാക്കറ്റ് പാല് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഒരു കുറച്ച് മാത്രം എടുത്തിട്ട് ബാക്കി വെച്ചിട്ട് 2-3 ദിവസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കേടായി പോകണ്ടല്ല എന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ ആ ചായ അങ്ങോട്ട് പാല് കൂട്ടിയിട്ട് ചായ ഉണ്ടാക്കി. അല്ലാതെ നമുക്ക് കട്ടൻ കാപ്പിയാണ്. ഇപ്പോൾ പാല് കൂട്ടി ചായ ഇവിടെ എടുക്കുന്നില്ല, കാരണം കുട്ടികളാരും ഇല്ലാത്തതുകൊണ്ട് പാല് ഇട്ടിട്ടുള്ള പരിപാടികളില്ല. ഇപ്പം കട്ടൻ ചായ തന്നെയാണ് നമ്മൾ വൈകുന്നേരം കഴിക്കണത്. അപ്പോൾ ഇന്നേതായാലും ആ പാല് കേടായി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടൊരു ചായ രാവിലെ തന്നെ ഇട്ട് വൈകുന്നേരം വരെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കേടായി പോയാലാ എന്നൊരു സംശയം തോന്നി. കാരണം 2 ദിവസം കഴിഞ്ഞ ദിവസം ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് വൈകുന്നേരം, പക്ഷേ സിനിമക്ക് പോയതുകൊണ്ട് തന്നെ കട്ടൻ ചായ വേഗം ഉണ്ടാക്കി കൊടുത്തിട്ട് ഓടി സിനിമക്ക് പോയി. അപ്പോൾ അങ്ങനെയും വൈകുന്നേരം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ ഉണ്ടാക്കി. അപ്പോൾ റയനെക്കൊണ്ട് ഞാനൊരു തേങ്ങ പൊതിപ്പിച്ചതാണ്. അപ്പോൾ അവൻ ചോദിച്ച് കുറച്ച് തേങ്ങ പൊതിച്ചിട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് തേങ്ങയുടെ ആവശ്യം വളരെ ഇപ്പോൾ കുറവാണ്, അതുകൊണ്ട് ആ പൊതിമടലിൻ്റെ അകത്ത് തന്നെ തേങ്ങ കിടക്കുന്നതാണ് നല്ലത്, ആവശ്യത്തിന് പൊതിച്ചെടുക്കുക. ഇപ്പോൾ ഒരെണ്ണം മതി, ഒരെണ്ണം ഒന്ന് പൊട്ടിച്ച് ചിരണ്ടി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുട്ടിനുമായി ബാക്കി ഫ്രിഡ്ജിൽ വെക്കാം. കൂടുതൽ ചിരണ്ടി വെച്ചിട്ട് ഇനി ഇരുന്ന് ചീത്തയായി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പറഞ്ഞ് ഏതായാലും ഞാൻ പൊതിച്ച സ്ഥിതിക്ക് ഞാൻ തേങ്ങ പൊട്ടിച്ച് ചിരണ്ടി കൂടി തന്നേക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ തേങ്ങയൊക്കെ ചിരണ്ടി തന്നിട്ടാ. പിന്നെ ഞാനങ്ങനെ ചായ എല്ലാം ഒന്ന് അരിച്ചെടുത്ത്. അപ്പോൾ ചായ ഇത്തിരി ഏകദേശം ഒരു പാക്കറ്റ് അടുത്ത് തന്നെ ഉണ്ട്, വളരെ കുറച്ചേ ആ പാക്കറ്റിൽ നിന്ന് എടുത്തിട്ടുണ്ടാകുന്നുള്ളൂ. അതുകൊണ്ട് ഞാനും ഇത്തിരി ചായ കുടിച്ച്, എനിക്ക് ഇങ്ങനെ 10 മണിക്കൊക്കെ ഒരു ചായയൊക്കെ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവിടെ ആ ശീലമില്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ ഉണ്ടാക്കുന്നില്ലെന്ന് മാത്രം. അപ്പോൾ ഞാൻ എനിക്ക് കൂടിയിട്ട് ഒരു കപ്പിൽ ചായ എടുത്തിട്ടാ. കുറച്ച് ചായ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു കപ്പ് ചായ കുടിച്ചതിന് ശേഷം വീണ്ടും ബാക്കിയുള്ളത് ഒന്നുകൂടി ചൂടാക്കി എടുത്തിട്ട് എനിക്ക് നല്ല ചൂടായിട്ട് കഴിക്കണം ഇഷ്ടമാണ്. അങ്ങനെ ഞാനും ഇന്ന് രാവിലെ ചായ ഒക്കെ കഴിച്ചിട്ടാ. അപ്പോൾ ഈ പതിവ് തെറ്റിച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇപ്പോൾ പതിവ് തെറ്റിച്ചൊരു ചായ ഇതൊരിക്കലും ഇല്ല, രാവിലെ ഒരു പാൽ ചായ ഒരിക്കലും ഇല്ല. പിന്നെ ഞാൻ റിച്ചാർഡും കൂടി രാത്രി കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് കുടിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇടയ്ക്ക് ഇടാറില്ലേ. ഞാനും അവനൊക്കെ അത് അങ്ങനെ പതിവ് തെറ്റിക്കുന്നത് എൻജോയ് ചെയ്യുന്ന ആളുകളാണ്. പിന്നെ പുട്ടും പഴവും കാപ്പിയായിട്ട് ചായയുമായിട്ട് പപ്പക്ക് കൊടുത്ത്, പിന്നെ ഇത് റയന് ബുൾസൈ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോൻ്റെ കീഴിൽ റയന് ഏത്തപ്പഴം പുഴുങ്ങിയത് കൊടുത്തപ്പോഴത്തേക്കും 2 മുട്ടയും കൂടിയാണെങ്കിൽ കൊള്ളാം എന്ന് ഞാനൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കമൻറ്റ് വായിച്ചപ്പോൾ എനിക്കിത് പറയണമെന്ന് തോന്നി. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തന്ന് എൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്ത് ഇതെനിക്ക് വേണ്ട, ഞാൻ 2-3 ദിവസം അടുപ്പിച്ച് ബ്രേക്ക്ഫാസ്റ്റ് തന്നപ്പോൾ കഴിച്ചെന്ന് വിചാരിച്ചത് ഒരു സ്ഥിരം പരിപാടിയാക്കിയല്ലേ മമ്മി, എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇഷ്ടമില്ല എന്ന് 1000 വട്ടം പറഞ്ഞിട്ടും മമ്മി ഓരോ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് എന്നും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് തന്നെ കൊണ്ട് ഞാനത് ഒന്നും പറയാതെ കഴിക്കുമ്പോൾ എല്ലാ ദിവസവും വീണ്ടും വീണ്ടും കൊണ്ടുവന്ന് തരണം, ഇനി എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്നാൽ കഴിക്കൂല എന്ന് പറഞ്ഞ ദിവസമായിരുന്നത്. അതുകൊണ്ട് പിന്നെ അത് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് 2 മുട്ട കൊടുത്തിട്ട് പിന്നെ അവന് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയിട്ടില്ല. അതായത് 15-ാം തീയതി, ഇത് 14-ാം തീയതിത്തെ വീഡിയോ ആണ്, ഉണ്ടാക്കിയിട്ടില്ല. അപ്പം പറഞ്ഞ് ഞാനിത് നിർബന്ധമായി പറഞ്ഞാണ് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് തരരുതെന്ന്. അപ്പോൾ അതാണ് ആൾ. അപ്പോൾ പിന്നെ ഏത്തപ്പഴത്തിൻ്റെ കൂടെ മുട്ടയും കൂടി കൊടുത്താൽ അവൻ എന്തു പറയും. അപ്പോൾ അങ്ങനെ റയൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കഥ തീർന്നിട്ടുണ്ട്. ഇനി എടുത്തു പോകരുതെന്ന് ഷൗട്ട് ചെയ്ത ദിവസമായിരുന്നു ഇപ്പം ഈ കണ്ട ആ മുട്ട കൊടുത്ത ആ ഒരു ദിവസം. അപ്പോൾ ഇന്നെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചേക്കുന്ന ആ ഒരു ചിക്കനൊരു മോചനം കിട്ടട്ടെ എന്ന് വിചാരിച്ചൊരു മന്തി ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ്. മന്തിയുടെ മിക്സാണ് ചെയ്യുന്നത്. വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടി, ഓയിൽ, ഇത്രയും ഉപ്പ്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഇത് ആ ഒരു ചിക്കൻ എന്താണ് അതിനെ പറഞ്ഞത്, ടേസ്റ്റ് മേക്കർ പോലത്തെ ആ സംഭവമില്ലേ, ഞാനിപ്പോൾ ഈ ക്യൂബ് അത് തന്നെ. അപ്പോൾ ഞാൻ ഈ ടൈപ്പ് ക്യൂബാണ് മേടിക്കാറ്. മറ്റേ ക്യൂബൊക്കെ ഭയങ്കര വില ചെയ്തുകൊണ്ട് ഞാൻ ഇതേ മേടിക്കുള്ളൂ. അപ്പോൾ ഇതൊരു 2 എണ്ണം അങ്ങോട്ട് ഇട്ട് അതും കൂടി ആ മിക്സിയിൽ അരച്ചാൽ മതി, അത് മറന്നുപോയതാണ്. അപ്പോൾ അതിനും കൂടി 2 എണ്ണം ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് ചിക്കൻ മന്തി ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ പപ്പക്കാണെന്നുണ്ടെങ്കിൽ ഇത്തിരി മീൻ കറി വെക്കാമെന്ന് വിചാരിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം കുഞ്ഞിച്ചാള വെട്ടി കയറ്റിയിട്ടുണ്ടല്ലോ ഫ്രീസറിൽ. അപ്പോൾ അതിനകത്ത് നിന്ന് ഇത്തിരി മീൻ കറി വെക്കാം
ചോറുണ്ട്. അപ്പോൾ ചോറ് വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വിചാരിച്ച് ഞാനത് മാരിനേറ്റ് ചെയ്ത് വെച്ച് പിന്നെ അത് ക്ലീനിങ്ങിനൊക്കെ വന്നതാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് പപ്പ ഒന്ന് ബേക്കറി വരെ പോയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് പിറ്റേ ദിവസം യൂണിറ്റ് മീറ്റിങ്ങുള്ള ദിവസം 15-ാം തീയതി, അതായത് വ്യാഴാഴ്ച. അപ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഒന്ന് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ എന്തെന്നാ ഉദ്ദേശിക്കുന്ന ആ സാധനങ്ങൾ എല്ലാം മേടിച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓർഡർ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് പപ്പ അത് മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്, ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ നടയിലെ ലൈറ്റ് ഉണ്ടല്ലോ, അത് ഇടയ്ക്ക് ഇങ്ങനെ ഒരു ബൾബൊക്കെ പോകും കേട്ടോ. ആ സ്പോട്ട് ലൈറ്റുകളൊക്കെ ഇല്ലേ, പല തവണയും നമ്മൾ മാറ്റിയൊക്കെ ഇടണമെന്ന് പറയുന്നത്. അതിപ്പോൾ പപ്പക്ക് ഈ ഇലക്ട്രിക്കൽ വർക്ക് അറിയാവുന്നത് കൊണ്ട് പപ്പ അത് മാറ്റിയൊക്കെ ഇടും. അത് കുറച്ച് തലവേദന പിടിച്ചൊരു സംഭവമാണ്. അത് ഒരെണ്ണം മാറ്റുമ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള സ്ട്രൈപ്പുകൾ കത്താതെ പോകും. പപ്പ കുറേ പണികളാണ് എപ്പോഴും ഇതേല്. ഒരെണ്ണം നോക്കുമ്പോൾ അടുത്തത് പോകും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതേ 3 കത്തിയിട്ടുണ്ട്, അതിലൊരെണ്ണമാണ് കത്താതിരുന്നത്. അപ്പോൾ അതേ ഉള്ളിൽ ചുറ്റുമടിച്ചേക്കുന്ന സ്ട്രൈപ്പില്ലേ, അത് നല്ലതായിട്ട് കത്തി നിൽപ്പുണ്ട്. പക്ഷേ പിറ്റേ ദിവസം അത് യൂണിറ്റ് മീറ്റിങ്ങിൻ്റെ സമയത്ത് അത് കത്തിയില്ലെന്നേ, അത് മങ്ങിപ്പോയി. ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിപ്പോയി. നല്ല ബ്രൈറ്റായിട്ട് ഇങ്ങനെ നിൽക്കേണ്ട സ്ഥലത്ത് ഇത്തിരി ഉള്ളിൽ ഇങ്ങനെ ലൈറ്റ് കത്തനുണ്ട്, പക്ഷെ ഒട്ടും തന്നെ വെളിച്ചമില്ലാതെയാണ് കത്തിയത്. അപ്പോൾ അന്നത്തെ ദിവസം അങ്ങനെ ഒരു പണിയായി. പിന്നത്തെ അങ്ങനെ അറിഞ്ഞില്ല, ആരും അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നമ്മൾക്ക് സ്ഥിരം കാണുമ്പോൾ നമുക്കറിയാമല്ലോ അതിൽ വെളിച്ചമില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ എപ്പോഴും ആ ഒരു രൂപക്കൂടിൻ്റെ ലൈറ്റ് ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ പോയിക്കൊണ്ടിരിക്കുക. കുറച്ച് 2-3 ദിവസം മുൻപ് താഴെ ഒരു സ്പോട്ട് ലൈറ്റ് മാറ്റി ഇട്ടതേ ഉള്ളൂ അപ്പം മുകളിലത്തത് പോയി. അപ്പോൾ അങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ പണിയുണ്ട് ഇതിൻ്റെ. അങ്ങനെ പപ്പ ആ ലൈറ്റും ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ മേടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പപ്പ മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇല്ലേ, അതെല്ലാം ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് കഴിച്ച്. റയനാണ് കൂടുതൽ കഴിച്ചിട്ടുള്ളത്. 2 വെച്ച് മേടിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടാണ്. കാരണം ഞാനും പപ്പയും പകുതി എടുക്കുകയുള്ളൂ, റയന് ഫുള്ളായിട്ട് അത് കൊടുക്കാമല്ലാന്ന് വിചാരിച്ച്. അപ്പോൾ മീൻകറിയിൽ ഞാനിന്ന് പെട്ടെന്ന് തന്നെ പച്ചരപ്പിൽ ചെയ്തുകൊണ്ട് ഏറ്റവും അവസാനം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഓഫ് ചെയ്ത് വെച്ചിട്ട് മൂടി വെച്ച്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് മന്തി വെക്കുക. കാരണം ആദ്യം പപ്പക്കാണ് നമ്മൾ ചോറ് കൊടുക്കുക. അപ്പോൾ പപ്പയുടെ കറി ആദ്യം റെഡിയാക്കിയാണ്. അങ്ങനെ പപ്പ ഈ സാധനം കൊണ്ടുവന്നിട്ടാണ്. അപ്പോൾ സമൂസ, ഒരു സ്പ്രിങ് റോള്, പിന്നെ ഈ ബർഗർ, അപ്പോൾ ഈ സാധനങ്ങളാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം റയൻ ഇങ്ങനെ ഓരോന്നോരോന്ന് ഞാൻ കൊടുത്ത്, റയൻ അത് കഴിച്ചതാ. എൻ്റെ അടുത്ത് പറഞ്ഞ് മമ്മി എനിക്ക് ഉച്ചക്ക് ഭക്ഷണം വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് ചിരി വന്നു പോയി. ഈ ചിക്കന് എത്ര ദിവസമെന്നറിയാമോ? ഫ്രിഡ്ജിൽ നിന്ന് എടുക്കും അകത്തേക്ക് കയറ്റും, ഫ്രിഡ്ജിൽ നിന്ന് എടുക്കും അകത്തേക്ക് കയറ്റും. ഇന്ന് എങ്ങനെയായാലും ഇതിനെ പാചകം ചെയ്യണമെന്ന് വിചാരിച്ച് അവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അവന് വേണ്ട, ഉച്ചക്ക് ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞതാണ്. ഞാൻ മാരിനേറ്റ് ചെയ്തത് എടുത്ത് അകത്തേക്ക് വെച്ച്. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞേടാ, ഈ ചിക്കന് ഈ യോഗമില്ല, എത്ര ദിവസമായി ഈ ചിക്കനെ ഇട്ടിട്ട് നമ്മൾ കളിപ്പിക്കാൻ തുടങ്ങിയിട്ട്, വീണ്ടും ഞാൻ ഫ്രിഡ്ജിലേക്ക് കയറ്റണേണ് എന്ന് പറഞ്ഞിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ച്. ഇനി ഡിന്നറിന് നമുക്ക് ഉണ്ടാക്കിയാൽ മതിയല്ല, വൈകുന്നേരം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇത് ഞാനും പപ്പയും കൂടി അവിടെ ഇരുന്നിട്ട് കഴിക്കാൻ തുടങ്ങിയതാണ്. നമ്മുടെ റിച്ചാർഡ് വിളിച്ച്. അതോടുകൂടി പിന്നെ ഞാൻ ഫോണും എടുത്ത് പോയി റിച്ചാർഡിൻ്റെ കൂടെ കുറേ നേരം സംസാരിച്ച് അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ വന്നിട്ട് ഈ ബർഗറും ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കിയത്. അപ്പോൾ പപ്പയും ഞാനും ആ 3 സാധനത്തിൻ്റെ പകുതി കഴിച്ചേട്ടാ. അപ്പോൾ തന്നെ എനിക്കും വയറ് നിറഞ്ഞ്, പപ്പക്കും വയറ് നിറഞ്ഞ്. പിന്നെ പോരാഞ്ഞിട്ട് ഞാൻ പപ്പക്ക് കേക്ക്, നമ്മൾ നേരത്തെ പേസ്ട്രി പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ആ പേസ്ട്രിയുടെ അത് 3 ബാക്കിയുണ്ട്. അപ്പോൾ അത് കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ഞാനിപ്പോൾ മധുരം അങ്ങനെ കുറേ കഴിച്ചത് കൊണ്ട് അത് പപ്പ കഴിക്കട്ടെ എന്ന് വെച്ച് അങ്ങനെ കൊണ്ടുവന്ന് വെച്ചാൽ ഒരു കൊക്കക്കോള നിർത്തത് കൊണ്ടായിരുന്നു, അതും കൂടി അവിടെ കൊണ്ടുവന്ന് വെച്ച്. അതും പപ്പ കഴിച്ചിട്ടാ. പപ്പക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്ക് കഴിക്കണതും കൊക്കക്കോളയും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പപ്പ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പപ്പ പറഞ്ഞ് എനിക്കും ചോറ് വേണ്ട. അപ്പോൾ പിന്നെ മീൻകറി വെച്ചത് അവിടെ ഇരിക്കണേന്, രാത്രി കൊടുത്താൽ മതി. അപ്പോൾ ഏതായാലും ഞാൻ പിന്നെ തുണി വിരിക്കലും മടക്കലും പിന്നെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് പിന്നെ വന്ന് വൈകുന്നേരം ഒരു കട്ടൻ ചായയൊക്കെ ഇട്ട് അതിനുശേഷം ഒരു 6 മണിയോട് കൂടിയിട്ടാണ് മന്തി വെക്കാൻ വേണ്ടി കയറിയത്. അപ്പോൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ഇത് ചിക്കൻ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ തണുപ്പൊന്ന് മാറാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അതിൻ്റെ മീതയിലേക്ക് കുറച്ച് സവാളയും ക്യാപ്സിക്കും കട്ട് ചെയ്ത് അതും കൂടി ഇടണം. പിന്നെ നിങ്ങൾ പലരും റോജറിൻ്റെ കാര്യവും റിച്ചാർഡിൻ്റെ കാര്യമൊക്കെ കമൻസിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ, കുട്ടികൾ അന്വേഷിക്കുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. പക്ഷേ നമ്മളുടെ വീഡിയോയിൽ ഒരു ഗ്യാപ്പ് കിട്ടാത്തതുകൊണ്ട് എനിക്ക് കൂടുതൽ അവരെക്കുറിച്ച് പറയാൻ പറ്റാറില്ല. അപ്പോൾ റിച്ചാർഡ് സുഖമായിട്ടിരിക്കണം, കുഴപ്പമില്ല.
റോജറാണെന്നുണ്ടെങ്കിൽ അവന് താമസ സൗകര്യം വിചാരിച്ചതുപോലെ കിട്ടിയിട്ടില്ല. അവൻ വൈറ്റ് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ അതിനടുത്തുള്ള ഒരു ഫ്ലാറ്റാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതൊന്നും കിട്ടിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ PG താമസിക്കുന്നത്. അവിടെ രണ്ട് പേരുള്ള ഒരു റൂമിലാണ് താമസിക്കുന്നത്. പക്ഷേ ഇതുവരെയും അവനവിടെ താമസിച്ചിട്ട് രണ്ടാമൻ വന്നിട്ടില്ല. പുള്ളിയുടെ സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ സംക്രാന്തിയുടെയൊക്കെ ആ ഒരു ഒഴിവൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും നാട്ടിലേക്ക് പോയി. റോജറിനോടും നാട്ടിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഫീസിൽ നിന്ന്. പക്ഷേ റോജർ ഇപ്പം അങ്ങനെ ചെന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അവൻ പറഞ്ഞ് ഞാൻ പോകണില്ല, ഓഫീസിൽ തന്നെ വർക്ക് ചെയ്തോളാം. അപ്പോൾ ഓഫീസിലൊക്കെ വളരെ നല്ല രീതിയിൽ നല്ല സന്തോഷമായിട്ട് തന്നെ പോകുന്നുണ്ട്. വർക്കൊക്കെ ഏകദേശം തുടങ്ങി വരണേ ഉള്ളൂ. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഒന്നും ഓഫീസിൽ ആയിട്ടില്ല. കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ. ഇപ്പോൾ ആണെങ്കിൽ ഹോളിഡേയ്സ് വേണം അവിടെ. അപ്പോൾ അതുകൊണ്ട് അധികം വർക്കൊന്നും ചെയ്തു തുടങ്ങിയിട്ടില്ല. എങ്കിലും ചെറിയ രീതിയിലൊക്കെ കണ്ട് അതൊക്കെ മനസ്സിലാക്കി വരുന്നേ ഉള്ളെന്ന് പറഞ്ഞ്. പിന്നെ വേറെ വിശേഷങ്ങളില്ല. PGയിലാണെങ്കിലും PGയിലെ ഫുഡ് അവനങ്ങനെ കഴിക്കാറില്ല. ഓഫീസിൽ നിന്ന് തന്നെ നല്ല ഫുഡ് വളരെ ചീപ്പായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും എല്ലാം കഴിച്ചിട്ടാണ് ആൾ ഓഫീസിൽ നിന്ന് വരണത്. അപ്പോൾ അങ്ങനെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പിന്നെ റയൻ്റെ കാര്യങ്ങളും റയൻ്റെ പോകാനുള്ളത് ഇതുവരെയും ആയിട്ടില്ല. അപ്പോൾ അത് കുഴപ്പമില്ല, സാവധാനം. ഇനിയിപ്പോൾ റിച്ചാർഡിൻ്റെ വിവാഹത്തിൻ്റെ സമയമാകുമ്പോൾ റയൻ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. വിചാരിച്ച പോലെ കാര്യങ്ങൾ തന്നില്ല. ഒക്ടോബറിൽ പോകേണ്ട റയൻ ഇത്രയുമായിട്ട് മാസമായിക്കാത്ത ദൈവത്തിൻ്റെ പദ്ധതികളാണ്. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. നമ്മൾ എന്തൊക്കെ തന്നെ തലകുത്തി മറിഞ്ഞിട്ടും യാതൊരു കാര്യമില്ല. ദൈവത്തിൻ്റെ പദ്ധതികളേ നടപ്പിലാകുള്ളൂ. അപ്പം അതുകൊണ്ട് അതിനെ പോസിറ്റീവായിട്ട് കണ്ട് തന്നെ നമ്മൾ പോകണം. ദൈവം നമ്മൾ കാണുന്ന കാഴ്ചയല്ലല്ല, നമ്മളുടെ കണ്ണെത്തുന്ന ദൂരം വരെയുള്ള കാഴ്ചയല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. നമ്മുടെ ദൈവം കാണുന്നത് അറ്റവരെയുള്ള കാഴ്ചകളല്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യണം, എവിടെ നമ്മൾക്കൊരു ബ്രേക്ക് തരണം, ഇതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ പെട്ടതാണ്. അത് വിശ്വസിക്കുന്ന ആളാണ് ഞാനും നമ്മുടെ ഫാമിലിയെല്ലാം. എങ്കിലും നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. നമ്മൾ സാധാരണ മനുഷ്യരാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഭാവി എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ. എല്ലാവരുടെയും കാര്യം അതാണ്. അപ്പോൾ ഇതൊക്കെ പറയാം, എങ്കിലും നമ്മളുടെ മനസ്സിൽ എന്തായാലും ടെൻഷനുകൾ വരും. അങ്ങനെയാണ്. എങ്കിലും ആ ഒരു ചിന്ത നമുക്കുണ്ട്. ദൈവം എന്തായാലും ദൈവത്തിൻ്റെ ആ ഒരു പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. നമ്മളുടെ മാൻ പ്രപ്പോസസ് ഗോഡ് ഡിസ്പോസസ് എന്ന് പറയുന്നത് വളരെ വളരെ ശരിയാണെന്ന് ഒരുപാട് അനുഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഒരു വിത്ത് മുളച്ച് പാകമാകുമ്പോൾ അത് സമയമെടുക്കും. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ നമ്മളതിനെ എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നമുക്ക് കിട്ടില്ല. അതിൻ്റെ വിത്ത് വിതക്കാനും കൊയ്യാനും എല്ലാം ഒരു സമയമുണ്ടെന്നുള്ളത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ ദൈവം അത് അനുവദിക്കുന്ന സമയത്താണ് എന്ത് കാര്യങ്ങളും നടക്കുന്നത്. ഇപ്പോൾ റിച്ചാർഡ് വിവാഹക്കാര്യമാണെങ്കിൽ തന്നെയും അവൻ ഒരു ഫോട്ടോ എടുക്കാൻ പോലും ഇഷ്ടമില്ലാത്തൊരു വ്യക്തി, ഫോട്ടോ ഇല്ലാതെ ഞങ്ങൾക്കൊരു ബയോഡേറ്റ ഉണ്ടാക്കാൻ പറ്റാതെ, വിവാഹക്കാര്യം നോക്കാൻ പറ്റാതെ, ആളുകളുടെ മുന്നിൽ നാണം കെട്ട ഒരുപാട് അവസ്ഥകൾ എനിക്കും പപ്പക്കും ഉണ്ടായി. നിങ്ങളിൽ ഒരുപാട് പേര് കമൻസിൽ ചോദിക്കുമായിരുന്നു, റിച്ചാനെ എന്താ കല്യാണം കഴിപ്പിക്കാത്തത് എന്നൊക്കെ. എന്തോ നമ്മൾ കല്യാണം കഴിപ്പിക്കാതെ ഇരിക്കുന്ന പോലെ. പക്ഷേ എനിക്കതിനൊരു മറുപടി തരാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ അവസ്ഥ ഇതായിരുന്നു. പലരും റിച്ചാർഡിനെ കാണാൻ വേണ്ടിയിട്ടൊക്കെ വീട്ടിൽ വരും. പക്ഷേ റിച്ചാർഡ് വീട്ടിലുണ്ടെങ്കിൽ പോലും അവരുടെ മുന്നിൽ വരില്ല. അപ്പോൾ അവരെ ചോദിക്കാൻ തുടങ്ങി, ഈ പുള്ളി കല്യാണം കഴിക്കാനുള്ള ഉദ്ദേശം ഇല്ലേ എന്ന് വരെ ഞങ്ങളുടെ ചോദിച്ചു. അതായത് മാതാപിതാക്കൾ പറഞ്ഞാൽ പോലും അനുസരിക്കൂലേ, അങ്ങനെയൊക്കെയുള്ള വിഷമതകൾ ഞങ്ങൾക്ക് ഉണ്ടായി. പിന്നെ ഞങ്ങൾ അന്ന് പിന്നെ എന്തെങ്കിലും കാണിക്കട്ടെ, വിട്ടുകളയാം എന്ന് വരെ ചിന്തിച്ച്. പക്ഷെ ആളുകളിങ്ങനെ ഓരോരുത്തർ ചോദിക്കുമ്പോൾ ഞങ്ങൾ ഒരുപാട് വിഷമിച്ചിരുന്നു. എന്താ ചെയ്യാമെന്ന് വരെ വിചാരിച്ച്. ഇവൻ നേരെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ സമ്മതിക്കാത്ത ഒരാളായിപ്പോയില്ലേ. ഒരാൾ ഒരു വിവാഹക്കാര്യം കൊണ്ടുവരുമ്പോൾ അത്യാവശ്യം ചെക്കനൊന്ന് കാണണ്ടേ. ഫോട്ടോ എടുക്കാതെ കഴിയുമ്പോഴാണ് ആളുകൾ വീട്ടിലേക്ക് വരുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോഴും ഇവൻ വരൂല. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് വിഷമം സഹിച്ച്. പക്ഷേ ഫോട്ടോ ഇല്ലാതെ ആളെ കാണാതെ തന്നെ കല്യാണം ആയി. അപ്പോൾ അതൊരു മഹാഭാഗ്യമായിട്ട് എനിക്ക് തോന്നി, അത്ഭുതമായിട്ട് തോന്നി. പിന്നെ ഇല്ലേ, ഈ കാണുന്നത് മയണൈസിൻ്റെ ഒരു മിക്സാണ്. ഇതെൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നതാണ്. നമ്മളൊരു തന്തൂരി ചിക്കൻ മിക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിൻ്റെ ഒപ്പത്തിൽ ആ പാക്കറ്റിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള
പ്രിപ്പറേഷൻ എല്ലാം കാണിച്ചിരുന്നത് ആ ഒരു ചിക്കൻ്റെ മാരിനേറ്റ് ആ ഒരു മിക്സിൻ്റെ പാക്കറ്റിലായിരുന്നു. അത് കളഞ്ഞു പോയിട്ടുണ്ടെന്ന്, ആ പൊടിയൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ റയൻ അത് യൂട്യൂബിൽ നോക്കിയിട്ട് പറഞ്ഞു, മമ്മി ഇതിനകത്തേക്ക് വെള്ളവും എണ്ണയും ഒഴിച്ചിട്ടാണ് ഹൈ സ്പീഡിലൊന്ന് മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ വെള്ളം എന്ന് പറഞ്ഞത് ഞാൻ മറന്നുപോയി. ഞാൻ ആദ്യം എണ്ണ മാത്രം ഒഴിച്ചിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് അത്ര സുഖമില്ല. അപ്പോൾ ഞാൻ റയൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ ഇതെന്താ ഇങ്ങനെ ഇരിക്കണത് എന്ന്. അപ്പോൾ റയൻ പറഞ്ഞ് വെള്ളം ഒഴിച്ചായിരുന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ഇല്ല, വെള്ളം ഒഴിച്ചില്ല, എണ്ണ മാത്രം. ആ വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട്. അങ്ങനെ വെള്ളവും കൂടി കുറച്ചായിട്ട് ഒഴിച്ച് കണക്കൊന്നും നമുക്കറിയില്ല. അങ്ങനെ ഇതെല്ലാം കൂടി ആയപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് മയണൈസായിട്ട് വന്ന് കാണുമ്പോൾ അടിപൊളിയാണെന്നുണ്ടെങ്കിലും മയണൈസിന് മധുരമായിരുന്നു ഉണ്ടായിരുന്നത്. വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് അങ്ങനെ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും മയണൈസിൻ്റെ രൂപത്തിൽ വന്ന് ഏതായാലും അത് തന്നെയാണ് കഴിച്ചത് കേട്ടോ. അങ്ങനത്തെ രാത്രിയാണ് നമ്മളുടെ ചിക്കൻ മന്തിയൊക്കെ റെഡിയായി. അതിൻ്റെ പീസുകളെല്ലാം എടുത്ത് മാറ്റി റൈസ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാനും റയനും കൂടിയിട്ട് കഴിച്ച്. പപ്പ കഴിക്കാൻ വന്നിട്ടില്ല, കാരണം നേരമായിട്ടില്ല, ഒരു 7:30 മണിയൊക്കെ ആയിട്ടുള്ളൂ. ഞാനിത് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മളുടെ പ്രെയർ കഴിഞ്ഞ് വന്നിട്ട് ഉടനെ തന്നെ എടുക്കണേ. അപ്പോൾ പപ്പക്ക് 9 മണിയൊക്കെ ആകുമ്പോഴാണ് ഡിന്നർ വേണ്ടത്. അതുകൊണ്ട് പപ്പ ലേറ്റായിട്ട് കഴിക്കുള്ളൂ. പപ്പയുടെ ഫ്രണ്ടും അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും റയനും കൂടിയിട്ടാണ് കഴിക്കാനിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് നമ്മളുടെ ചിക്കന് ഒരു സ്വാതന്ത്ര്യം ആയി. അത് പാചകം ചെയ്ത് ഞങ്ങൾ ഏതായാലും കഴിച്ച്. ചിക്കൻ്റെ വില കേട്ട് കഴിഞ്ഞാൽ ഓടും, ഭയങ്കര വിലയാണ്. എങ്കിലും നമുക്ക് നമ്മുടെ റൂബി കൊച്ചിന് ഇത്തിരി ചിക്കൻ മേടിക്കണമല്ല. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മുടെ റയൻ കൊച്ചിനും കൂടിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമല്ല എന്ന് വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഉണ്ടാകുന്നുള്ളൂ. പിന്നെ കുറച്ച് സാലഡ്, വെള്ളരിക്കയും തക്കാളിയൊക്കെ കട്ട് ചെയ്ത് അത് കൂടിയിട്ട് വെച്ച്, പിന്നെ നമ്മൾ സാധാരണ പോലെ ഒരു അറബിക് സാലഡ് കൂടിയിട്ട് ഉണ്ടാക്കി. നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട്. കാരണം രാത്രി ആയപ്പോഴത്തേക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. ഉച്ചക്ക് നമ്മൾ കഴിച്ചിട്ടില്ലല്ലോ, അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ 7:30 മണിക്ക് തന്നെ ഞങ്ങൾ കഴിച്ച്. എനിക്കും ഭയങ്കരമായിട്ട് വിശന്നിരിക്കണമായിരുന്നു. ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളും ഒന്നും ഞാൻ വീഡിയോ ഇടൂല കേട്ടോ, അതായത് ശനി ഞായറും. തിങ്കളാഴ്ച നമുക്ക് നമ്മുടെ യൂണിറ്റ് മീറ്റിങ്ങിൻ്റെയൊക്കെ വീഡിയോ ഇടാം. ഞാൻ ഇത്തിരി വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് സർപ്രൈസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചേർത്തിട്ടുള്ള വീഡിയോ നമുക്ക് തിങ്കളാഴ്ച ഇടാം കേട്ടോ. അപ്പോൾ നല്ലൊരു വീക്കെൻഡ് ആയിരിക്കട്ടെ എല്ലാവർക്കും എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് തിങ്കളാഴ്ച വീണ്ടും കാണാം. താങ്ക്